कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 147. ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായി കാമദേവൻ ജനിച്ചതിന് പിന്നിൽ ശ്രീ പരമേശ്വരൻ കാമദേവന്റെ പത്നി രതീദേവിക്ക് നൽകിയ അനുഗ്രഹ കഥയുണ്ട്. ദക്ഷപുത്രിയായ സതീദേവി ശ്രീ പരമേശ്വരനെ വിവാഹം കഴിച്ച കഥ മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. യജ്ഞവേദിയിൽ ദക്ഷനെ ശ്രീ പരമേശ്വരൻ അപമാനിച്ചു എന്ന കാരണത്താൽ ദക്ഷ പ്രജാപതി താൻ നടത്തിയിരുന്ന യജ്ഞത്തിനെ സതീദേവിയുടെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ ക്ഷണിച്ചില്ല. ക്ഷണം ലഭിക്കാതെയിരുന്നിട്ടും തന്റെ ഭർത്താവായ മഹേശ്വരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും യാഗവേദിയിൽ തന്റെ ബന്ധുജനങ്ങളെ കാണാനെത്തിയ സതീദേവി അപമാനിതയായിത്തീർന്നു. സദസ്സിലുണ്ടായ അപമാനവും തന്റെ ഭർത്താവിനെ പിതാവ് ഭർസിക്കുന്നത് കേൾക്കേണ്ടി വന്നതിലുണ്ടായ ദുഃഖവും മൂലം യാഗാഗ്നിയിൽ വെന്തുവെണ്ണീറായ ഇതേ സതി ഹിമവാന്റെ പുത്രിയായി ഗൗരി എന്ന പേരിൽ ജനിച്ചു. ശ്രീപരമേശ്വരന്റെ പത്നിയാകാനായി തീവ്രമായി ആഗ്രഹിച്ച ഗൗരി കഠിന തപസ്സിൽ ഏർപ്പെട്ടു. എന്നാൽ സതീദേവിയെ നഷ്ടമായതോടെ തപസ്സിൽ മുഴുകിയ ശ്രീപരമേശ്വരൻ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അതേസമയം സ്വർഗലോകത്തിൽ ദേവന്മാർക്ക് വലിയൊരു വെല്ലുവിളി നേരിട്ടിരുന്ന കാലമായിരുന്നു അത്. ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപദ്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ എന്നീ അസുരന്മാർ അതീവ ശക്തരായിരുന്നു. ശിവപുത്രന് മാത്രമേ തങ്ങളെ വധിക്കാനാവൂ എന്ന് വരം നേടിയ അസുരന്മാർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു. സ്വർഗലോകത്തെ ഈ അസുരന്മാരിൽ നിന്നും സംരക്ഷിക്കാനായി ശ്രീ പരമേശ്വരന്റെയും ഗൗരിയുടെയും അഥവാ ശ്രീ പാർവതിയുടെയും സംയോഗത്തിലൂടെ ജനിക്കുന്ന കുമാരനെ കാത്തു കഴിയുകയായിരുന്നു ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ. അതുകൊണ്ട് തന്നെ ശ്രീ പാർവതിയുടെയും ശ്രീ പരമേശ്വരന്റെയും സംയോഗം എത്രയും വേഗത്തിലാകണമെന്ന് ദേവേന്ദ്രൻ ആഗ്രഹിച്ചു. ശ്രീ പരമേശ്വരന്റെ തപസ് മുടക്കി മനസ്സ് ചഞ്ചലമാക്കുന്ന തരത്തിൽ കാമമോഹിതമാക്കണമെന്ന് ദേവേന്ദ്രൻ കാമദേവനെ ചട്ടം കെട്ടി. ദേവേന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് കാമദേവൻ തന്റെ എല്ലാ ആയുധങ്ങളുമായി യാത്ര പുറപ്പെട്ടു. മനസ്സിൽ പ്രണയം വളർത്തുന്ന വസന്തകാലത്തെ ഒപ്പം കൂട്ടിയായിരുന്നു യാത്ര. അശോകപ്പൂവ്, മാമ്പൂവ്, നീലത്താമരപ്പൂവ്, താമരപ്പൂവ്, മുല്ലപ്പൂവ് മുതലായ 5 അമ്പുകളും കരിമ്പ് കൊണ്ടുള്ള വില്ലും വണ്ടുകളാൽ തീർത്ത ഞാണും കയ്യിൽ എടുത്തിരുന്നു. ആരെയും മദനപരവശനാക്കുന്ന മദനിക എന്ന ഇളം കാറ്റും ഒപ്പം ചേർന്നു. ഇളം പൂക്കളുടെ മദഗന്ധം പടർത്തുന്ന കാറ്റായിരുന്നു മദനിക. ഇങ്ങനെ സർവ്വസൈന്യത്തോടും കൂടി കാമദേവൻ ഭൂമിയിലെത്തിയപ്പോൾ ഭൂമിയിൽ മഞ്ഞുകാലമായിരുന്നു. മഞ്ഞിൽ കരിഞ്ഞുപോയ പുല്ലുകളല്ലാതെ അവിടെ മറ്റൊന്നുമുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ വസന്തം ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭൂമിയിലാകെ പുഷ്പങ്ങൾ വിടർത്തി. പിന്നാലെ എത്തിയ മദനിക എങ്ങും നറുമണം പടർത്തി. ശ്രീപാർവതി തന്റെ നിത്യപൂജയുടെ ഭാഗമായി കൈക്കുമ്പിളിൽ പൂക്കളുമായി മഹാദേവനെ പരിചരിക്കാനായി മുന്നിൽ ചെന്ന മുഹൂർത്തത്തിൽ തന്റെ 5 അമ്പുകളും കാമദേവൻ ഭഗവാനെ ലക്ഷ്യമാക്കി എയ്തു. ഈ ശരങ്ങൾ തന്റെ ദേഹത്തെ തട്ടി ശ്രീപരമേശ്വരൻ കണ്ണു തുറന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ മനോഹരിയായ ശ്രീപാർവതി തെളിഞ്ഞു. പാർവതിയുടെ മുഖത്തുനിന്നും കണ്ണുകളെടുക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു നിമിഷം കാമമോഹിതനായി തീർന്ന അദ്ദേഹം എന്താണ് ഇതിന് കാരണം എന്ന് ചിന്തിച്ചു തുടങ്ങി. തപസ് തുടങ്ങിയതിൽ മഹേശ്വരൻ വല്ലാതെ കോപിഷ്ഠനാവുകയും ചെയ്തു. എന്താണ് ഈ തപോഭംഗത്തിന് കാരണം എന്ന് തെരഞ്ഞ മഹേശ്വരന്റെ കണ്ണിൽ കരിമ്പിൻ വില്ലുമായി ഒളിച്ചു നിൽക്കുന്ന കാമദേവൻ ദൃശ്യമായി. വർദ്ധിച്ച കോപത്തോടെയുള്ള ആ ദൃഷ്ടിയേറ്റ് കാമദേവൻ തൽക്ഷണം ഭസ്മമായി തീരുകയും ചെയ്തു. ഭയന്നുപോയ മദനികയും വസന്തവും ഭൂമിയിൽ നിന്നും എവിടെയോ അപ്രത്യക്ഷരായി. വിവരമറിഞ്ഞ് കാമദേവന്റെ പത്നി രതീദേവി ഹൃദയം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് മഹേശ്വരന് മുന്നിൽ എത്തി. തന്റെ ഭർത്താവിനെ ഉടൽ തിരികെ നൽകണമെന്ന് കേണപേക്ഷിച്ചു. ഒടുവിൽ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണപുത്രനായി കാമദേവൻ ഭൂമിയിൽ പിറവികൊള്ളും എന്നും
അന്ന് രതീദേവിയും ഭൂമിയിൽ പിറന്ന് കാമദേവന്റെ പത്നിയായി തീരും എന്നും ശാപമോക്ഷം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് പ്രദ്യുമ്നനായി കാമദേവൻ ജന്മമെടുത്തത്. ദേവലോകത്തെ വിറപ്പിച്ചിരുന്ന ശംബരാസുരൻ മായാവിദ്യകളിൽ അദ്വിതീയനായിരുന്നു. ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രൻ തന്റെ അന്തകനാവും എന്നറിഞ്ഞിരുന്ന ശംബരാസുരൻ അതുകൊണ്ട് ആ കുട്ടിയെ പ്രസൂതിഗൃഹത്തിൽ നിന്ന് തന്നെ തട്ടിയെടുത്തു. തട്ടിയെടുത്ത ശിശുവിനെ ശംബരാസുരൻ എവിടെയും ഒളിപ്പിക്കാൻ കഴിയാതെ പെട്ടെന്ന് കടലിലെറിയുകയും ചെയ്തു. കടലിൽ വലിയൊരു മത്സ്യം ശിശുവിനെ വിഴുങ്ങി. ഈ മത്സ്യത്തെ വലയിട്ട് പിടിച്ച മുക്കുവൻ അതിനെ ശംബരനെ കാഴ്ച നൽകി. തന്റെ മുന്നിലെ വമ്പൻ മത്സ്യത്തിൽ തന്റെ അന്തകനാണ് ഉള്ളത് എന്നറിയാത്ത ശംബരനാകട്ടെ ഈ കാഴ്ചയിൽ സംപ്രീതനായി അതിനെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചു. പ്രദ്യുമ്നന്റെ അത്ഭുത കഥ നാളെ.